പോസിറ്റീവ് ആണല്ലോ എല്ലാവരും പറയുന്നത്. പോസിറ്റീവ് അവന്മാർക്ക് വേറെ കുഴപ്പങ്ങളുണ്ട്. ചേട്ടാ എന്ത് നെഗറ്റീവ് അടിക്കും കാരണം? എന്റെ പൈസ കൊടുത്ത് കണ്ട് എനിക്ക് ഇഷ്ടപ്പെടില്ല. നിങ്ങളൊരു കാര്യം ചെയ്ത് 150 രൂപ കൊടുത്ത് പടങ്ങൾ കാണാൻ എന്നിട്ട് നിങ്ങൾ റിവ്യൂ ഇട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ അടുത്ത് ചോദിച്ചാൽ എന്റെ റിവ്യൂ മോശമാണോ? ചീത്ത വിളിച്ച് പറയാൻ കൂറപ്പടം. ചിലവരിങ്ങനെ കുറ്റം പറയാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും. സോക്കാൾഡ് മൂവി ലവേഴ്സ് പോലെ അവര്. പിന്നെ ട്വിറ്ററിലൊക്കെ ആണെങ്കിൽ കുറെ മീംസ് ഒക്കെ കണ്ട്. പക്ഷെ വേറെ സീനില്ല. പടം നല്ല മൂവി തന്നെ. എന്റർടൈൻമെന്റ് നല്ല എന്റർടൈനിങ് മൂവി ആയിരുന്നു. നെഗറ്റീവ് പറയണവർക്ക് എന്തും പറയാനല്ലേ. ഇപ്പൊ എല്ലാ പടത്തിലും ഇങ്ങനെ നെഗറ്റീവ് പറയാൻ വേണ്ടി നിൽക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അവര് ഇതൊന്ന് ബിലീവ് ചെയ്തിരിക്കുന്നത് അവര് എൻജോയ് ചെയ്യുന്ന മൂവി മാത്രമാണ് നല്ല മൂവി എന്നങ്ങനെയാണ്. അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതൊരു നല്ല മൂവി തന്നെയാണ്. ചീത്ത മൂവി എന്ന് പറയാൻ പറ്റില്ല. അല്ലു അർജുനെ കണ്ടുകൊണ്ടിരിക്കാം. വേറെ ഒന്നുമില്ല. ഫുള്ള് സ്ക്രീൻ പ്രസൻസ് ഒക്കെ പക്കയാണ്. ഉള്ള നല്ല മൂവി. ഇവൻ മുട്ട അല്ലു ഫാനാണ്. ഇവൻ കൊച്ചിലെ മരുന്ന് മറ്റേ ആര്യ ഫാനാണ്. അങ്ങനെയല്ല. നമ്മള് പുഷ്പ 1 ഒരു ലെവലായിരുന്നു. അപ്പൊ ഇതങ്ങനെയല്ല. നമ്മൾ വിചാരിക്കുന്ന ലെവലല്ല പടം. ഫഹദ് കൊള്ളാം. പിന്നെ നമ്മള് നോർമൽ ഒരു സീരിയൽ കഥ പോലെ പോകുന്നതേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. വലുതായിട്ടൊന്നുമില്ല. നമ്മൾ വിചാരിക്കുന്ന ലെവലല്ല. ഒരു സീരിയൽ പോലെ കഥ അങ്ങ് പോവുകയാണ്. അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. നല്ല പടം. നല്ല സൂപ്പർ. കുറച്ച് തെലുങ്ക് ഓവർ സംഭവങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നോർമലി നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വരുന്ന അത്രേ ഉള്ളൂ. ഫസ്റ്റ് പാർട്ട് പുഷ്പ എങ്ങനെയായിരുന്നു? ലൈക്ക് ആ ഒരു കുറച്ച് ഓവർ അടി അത് ഇതൊക്കെ അത്രേ ഉള്ളൂ. കുഴപ്പമില്ല ബ്രോ. തെലുങ്ക് മേക്കിംഗ് അതാണ് മെയിൻ സീൻ. ഇവിടുത്തെ ഓഡിയൻസിന് ഇഷ്ടപ്പെടില്ല. അതായിരിക്കും മെയിൻ. പിന്നെ ഡ്യൂറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഫുള്ള് കുറെ മാസ് എലമെന്റ്സ് കയറ്റാൻ നോക്കിയ പോലെ തോന്നണം. വേറെ പടം കൊള്ളാം ബ്രോ. അല്ലു അർജുൻ നല്ലൊരു മാസ് ക്യാരക്ടറാണ്. കൊള്ളാം. പ്രതീക്ഷ വന്നത് ഫാസ്റ്റ് വേഴ്സസ് അല്ലു അർജുനാണ്. പക്ഷേ ഇവിടെ എന്നപ്പോൾ അത് ഉണ്ട് ഇല്ലെന്നല്ല. പക്ഷെ പുതിയ ക്യാരക്ടേഴ്സൊക്കെ ഇൻവോൾവ് ആവുകയാണ്. ഇനി പുഷ്പ 3 കുറച്ചുകൂടി കൊള്ളായിരിക്കും. അവിടെ എവിടെയും കുറച്ച് ക്രിഞ്ചൊക്കെ വരണമുണ്ട്. അതൊക്കെ മാറ്റിയെടുത്ത പടം കൊള്ളാം. പാസമുണ്ട്. അത് ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്നല്ലോ. മറ്റേ അച്ഛൻ്റെ വീട്ടുപേര് അങ്ങനത്തെയൊക്കെ അത് മാറ്റി നിർത്തണമായിരുന്നു. അവർ തമിഴ് സിനിമ ഏത് നോക്കിയാലും അതുണ്ട്. ഇപ്പം അണ്ണാത്തെ കങ്കുവ അത് നോർമലാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നല്ല പടമാണ്. കിട്ടുന്ന വിഷ്വൽ എഫക്ട്സും ക്യാമറ വർക്കും ഒക്കെ അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് പോയി. എനിക്ക് പേഴ്സണലി സെക്കൻഡ് ഹാഫ് നല്ല രീതിയിലായി. ലാസ്റ്റ് സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. ക്ലൈമാക്സ് എത്തില്ല. പോരായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഉള്ള. സെക്കൻഡ് ഹാഫ് പോയി. പൊളിയാണ്. സിനിമ പൊളിയാണ്. ഫസ്റ്റിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കൊള്ളാം. ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നു. നല്ല മാസം കാര്യങ്ങളും ഫസ്റ്റ് പുഷ്പ 1 പോലെ തന്നെ. സെക്കൻഡ് ഹാഫിലെ ക്ലൈമാക്സിലൊക്കെ കുറച്ച് പാസം കൊണ്ടുവന്ന്. കാരണം എഡിറ്റ് ചെയ്ത് കുറച്ചും കൂടി ദൈർഘ്യം കുറയ്ക്കായിരുന്നു തോന്നി. കാരണം കുറേ ആ പാസവും കുറേ വേണ്ട സീനുകളുണ്ട്. അത് ഒഴിവാക്കിയായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. കുഴപ്പമില്ല. ഇനി അവസാനം എൻ്റെ ക്രെഡിറ്റിൽ പുഷ്പ 3 അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ തന്നെ നമുക്ക് പൈസ വസൂലാണ്. ഫസ്റ്റ് ഹാഫ് കൊണ്ട് തന്നെ. സെക്കൻഡ് ഹാഫിൽ കുറേ വേണ്ടാത്ത സീനുകളും കുറേ ഇമോഷനിലും കുറേ ആ ഡ്രാമ എലമെൻറ്റ് കൂടുതൽ ആഡ് ചെയ്ത് പടം കുറച്ച് വേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഒരു ആവറേജ് നല്ല പടമാണ്. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം 3 ഉണ്ട്. കാരണം പക്ഷേ കുറച്ച് ലെങ്തിയാണ്. ഒരു 3.5 മണിക്കൂർ ഇൻ്റർവെല്ലടക്കം 3.5 മണിക്കൂറുണ്ട്. പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സുകുമാറിൻ്റെ ട്രീറ്റാണ്. അല്ലു അർജുൻ ഒരു രക്ഷയില്ല. പൊളിയാണ്. ആവറേജ്. ഫസ്റ്റ് ഹാഫ് കൊള്ളാം. സെക്കൻഡ് ഹാഫ് പോരാ. സെക്കൻഡ് ഹാഫ് ഭയങ്കര ഓവറായി പോയി. എൻ്റെ ആക്ടിങ് എല്ലാം കുഴപ്പമില്ലായിരുന്നു. ആവറേജ് പടം. ആവറേജ്